ചരിത്രം വിടവാങ്ങുന്നു. ഒരു നൂറ്റാണ്ടിന്റെ സമരജീവിതം രണ്ടക്ഷരങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ഊർജമായി തലമുറകൾക്ക് നിറച്ചുവെച്ച VS ഇനി വരും പോരാട്ടങ്ങൾക്ക് ചൂടും വെളിച്ചവുമേകും. 1923 ഒക്ടോബർ 20 അമ്പലപ്പുഴ പുന്നപ്ര വെന്തളത്തറ കുടുംബത്തിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനനം. 1934 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം. പിന്നീട് തയ്യൽക്കട നടത്തിയിരുന്ന ജ്യേഷ്ഠൻ ഗംഗാധരനോടൊപ്പം അവിടെ നിന്നും കയർ ഫാക്ടറിയിലേക്ക്. കമ്പനിയിൽ നിന്നും P. കൃഷ്ണപിള്ള അച്യുതാനന്ദനിലെ നേതാവിനെ കണ്ടെത്തുന്നു. 1940 പാർട്ടി അംഗത്വം എടുക്കുന്നു. 1946 ഒക്ടോബർ 28 പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി VS പൂഞ്ഞാറിൽ വെച്ച പോലീസ് പിടിയിലാകുന്നു. ആദ്യം പൂഞ്ഞാർ ഔട്ട് പോസ്റ്റിലും പിന്നെ പാലാ പോലീസ് സ്റ്റേഷനിലും. SIA ഇടിയൻ നാരായണപിള്ള ബയണറ്റ് കൊണ്ട് കുത്തിയിറക്കിയതിന്റെ പാട് VSന്റെ കണക്കാലിൽ ഇപ്പോഴുമുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാതെ ജയിലിൽ കഴിഞ്ഞ രണ്ട് നേതാക്കളായിരുന്നു AKGയും VSഉം. 1952 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി. 1956 ജില്ലാ സെക്രട്ടറിയായും 1957 സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായി. ദേശീയ കൗൺസിൽ അംഗമായി 1989. 1957 കേരളം രൂപീകരിച്ച് ആദ്യ EMS സർക്കാർ അധികാരമേറ്റപ്പോൾ സർക്കാരിനെ ഉപദേശിക്കാനുള്ള 9 അംഗ പാർട്ടി സമിതിയിലെ ചെറുപ്പക്കാരനായിരുന്നു VS. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോന്ന 32 അംഗങ്ങളിൽ ഒരാൾ. പിളർപ്പിന് ശേഷം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം. 1967 അമ്പലപ്പുഴയിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തി. 1970 അമ്പലപ്പുഴയിൽ വിജയം. 1991 മാരാരിക്കുളത്ത് നിന്നും 2001, 2006, 2011, 2016 തെരഞ്ഞെടുപ്പുകളിൽ മലമ്പുഴയിൽ നിന്നും വിജയം. 1965 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്കുള്ള കന്നി മത്സരത്തിൽ തോൽവി നേരിട്ടു. 1977 അമ്പലപ്പുഴയിലും 1996 മാരാരിക്കുളത്തും പിന്നീട് VS പരാജയപ്പെട്ടു. 1967 ജൂലൈ 18 വസുമതിയുമായി വിവാഹം നടന്നു. 1980 ജനുവരിയിൽ CPIM സംസ്ഥാന സെക്രട്ടറിയായി. 1991 ഡിസംബർ വരെ 3 തവണ തലസ്ഥാനത്ത് തുടർന്നു. 1985 CPIM പോളിറ്റ് ബ്യൂറോ അംഗം. 1992 ആദ്യമായി പ്രതിപക്ഷ നേതാവ്. പിന്നീട് 2001 2011 പ്രതിപക്ഷ നേതാവായി. 1997 നിലനികത്തൽ വിരുദ്ധ സമരത്തിന്റെ അമരത്തുണ്ടായിരുന്നു. 2006 മെയ്യിൽ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. 2006 2011 മുഖ്യമന്ത്രി. കേരളത്തിൽ മുഖ്യമന്ത്രിയായ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 7 തവണ നിയമസഭാംഗം, 3 തവണ പ്രതിപക്ഷ നേതാവ്. 2007 വിവാദമായ മൂന്നാർ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ പദ്ധതിക്ക് നേതൃത്വം നൽകി. 2009 പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് വിടവാങ്ങി. 2016 ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. 2021 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞു. 2019 ഒക്ടോബറിൽ പുന്നപ്ര വയലാർ വാർഷിക ചടങ്ങുകളിൽ പങ്കെടുത്തു മടങ്ങി തിരുവനന്തപുരത്തെത്തിയ VSന് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. പിന്നീട് അങ്ങോട്ട് പൂർണ്ണ വിശ്രമത്തിലായിരുന്നു. 2023 ഒക്ടോബർ 20 100ാം ജന്മദിനം ആഘോഷിച്ചു. 2025 ജൂൺ 23 ഹൃദയാഘാതത്തെ തുടർന്ന് SUTയിൽ പ്രവേശിപ്പിച്ചു. പണിയെടുക്കുന്നവർക്ക് നടുനിവർത്താനും നാവ് ഉയർത്താനും അവകാശമില്ലാതിരുന്ന കാലത്ത് അനീതികൾക്കെതിരെ അരിവാളുയർത്തിയ ആ കരങ്ങൾ വഴിവെട്ടിയത് നാടിന്റെ തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രവാഹത്തിനാണ്. പുന്നപ്രയും വയലാറും ഗർജിച്ച നാളുകളിൽ വിപ്ലവത്തിന്റെ നെടുനായകമേറ്റ നിശ്ചയദാർഢ്യമുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ കേരളം കരടിലേറ്റി. ഒരു തവണ മുഖ്യമന്ത്രി പദം മാരാരിക്കുളത്ത് നിന്ന് കപ്പിനും ചുണ്ടിനുമിടയിലൂടെയായിരുന്നു നഷ്ടപ്പെട്ടത്. ആദ്യമായി 2011 തുടർഭരണം ലഭിക്കേണ്ടിയിരുന്ന സമയത്ത് 2 MLA-മാരുടെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ നിലവിൽ വരുന്നത്. അവകാശബോധം ചെങ്കുടിത്തെരുവുകളിലും ട്രാക്ടറുകൾ വിപ്ലവഗീതവും ഉയർത്തിയ കയർപിരി കേന്ദ്രങ്ങളിലും ജന്മിത്വത്തിനെതിരെ മുട്ടുകുത്തിയ ചന്തകളിലുമെല്ലാം വിയർപ്പ് മണമുള്ള തൊഴിലാളികൾ ആ മനുഷ്യന്റെ നീണ്ടു നിവർന്ന വാചകങ്ങൾക്ക് കാതോർത്തു. തൊഴിലാളികളെ അവകാശബോധം പഠിപ്പിച്ച VS ഉന്നം തെറ്റാതെ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതം. ജന്മിത്വത്തിനും മുതലാളിത്തത്തിനുമെതിരെ തുടക്കമിട്ട പോരാട്ടം കാലാന്തരത്തിൽ മണ്ണിനും പ്രകൃതിക്കുമായി പരിണമിച്ചു. അഴിമതിക്കും ചൂഷണത്തിനുമെതിരെ ഇളകാത്ത വൻമരമായി ഉറച്ചു നിന്നു. അനീതിയിൽ മനുഷ്യന്റെ കണ്ണീര് വീഴും ഇടങ്ങളിലെല്ലാം പാഞ്ഞെത്തിയ പ്രക്ഷോഭകാരി.
പ്രത്യയശാസ്ത്ര തെളിമയോടെ പാർട്ടിയെയും പ്രതിബദ്ധതയോടെയും അദ്ദേഹം നാടിനെ നയിച്ചു. എതിരാളികളുടെ കുതന്ത്രങ്ങൾ കുന്തമനകളായി കുതിച്ചെത്തുമ്പോഴും അചഞ്ചലമായ നിലപാടിൽ ഉറച്ച നേരിന്റെ പരിചയേന്തി ഉറച്ചു നിന്ന കാർക്കശ്യക്കാരനായിരുന്നു എന്നും VS. കനലൊടുങ്ങാത്ത പോർമുഖങ്ങളെ ഉലയൂതി ജനിപ്പിച്ച സമരാവേശത്തിന്റെ ചരിത്രം പോരാട്ടങ്ങളുടെ വാക്യപത്രമാകുന്നു. തലകുനിക്കാത്ത വിപ്ലവ യമനം മരണമില്ലാത്ത സമരങ്ങളുടെ നിറവസന്തമായി സ്മരണകളിൽ പൂത്തു നിൽക്കും. എണ്ണമറ്റ സമരമുഖങ്ങൾ മാടി വിളിക്കുമ്പോൾ ജനഹൃദയങ്ങളിലെ നിത്യസ്മാരകത്തിൽ മരണമില്ലാത്ത വാക്കായി VS തലമുറകളിലേക്ക് പടരും. വിട പറയുന്ന ചരിത്രം പുതിയ കാലത്തിന് പ്രേരണയാകും. ബ്രിട്ടീഷ് കോളനി ഭരണം നേരിട്ടനുഭവിച്ച മനുഷ്യൻ, രാജഭരണവും ദിവാൻ ഭരണവും ജന്മിത്ത ജാതി നാടുവാഴ്ത്തവും നേരിട്ടനുഭവിച്ച മനുഷ്യൻ, അതെ കോളനി ഭരണത്തിനും ജന്മിത്ത ജാതി വീഴ്ചയ്ക്കുമെതിരെ പ്രക്ഷോഭം നയിച്ച മനുഷ്യൻ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി സഖാവ് VSനെ പരിഹസിച്ചുകൊണ്ട് ഇടതുമുന്നണി ജയിച്ചാൽ 90 കഴിഞ്ഞ വൃദ്ധനായ ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന പ്രസംഗവും അതിന് VS TS തിരുമുമ്പിന്റെ കവിതയിലെ തലനരയ്ക്കുവതല്ലന്റെ വൃദ്ധത്വം തലനരയ്ക്കാത്തതല്ലൻ യുവത്വവും പിറവി തൊട്ട് നാളെത്ര എണ്ണുമാ പതിവ് കൊണ്ടല്ലളപ്പതെൻ യൗവനം കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമെൻ യൗവനം എന്ന 4 വരിയിലൂടെ നൽകിയ മറുപടിയും ഇന്നും പ്രസക്തമാണ്. ഒരുപക്ഷെ VSനെ പോലെ ജീവിതം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാക്കളെ സൂചിപ്പിക്കാൻ വലിച്ചിട്ട 4 വരികൾ. അന്നത്തെ UDFന്റെ മുഖ്യമന്ത്രി പക്ഷേ VSന് മുന്നേ നമ്മെ വിട്ടുപോയി എന്നത് കാലത്തിന്റെ യാദൃച്ഛികതയും. 102 വയസ്സായ ഒരു മനുഷ്യൻ, ഒരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റ് വിട പറയുന്നു എന്നത് അസാധാരണമോ അതിവൈകാരികമോ അല്ല തന്നെ. എങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്ന തോന്നൽ പോലും നൽകുന്ന ഒരു ഊർജവും ആശ്വാസവും ബാക്കിയുണ്ടായിരുന്നു. അന്ത്യാഭിവാദ്യങ്ങൾ കോമ്രേഡ്. റെഡ് സല്യൂട്ട്. ലാൽ സലാം സഖാവേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.